സർക്കാർ. മാത്രമല്ല ഇനിയും കൂടുതൽ വെള്ളം ഈ മേഖലയിലേക്ക് എത്താനും മഴ വീണ്ടും പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം അത്രയധികം മഴ വരുന്നുണ്ട്. 10-ാം തീയതി വരെ മഴ തുടരുന്നു. അതിശക്തമായ മഴ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. മേഘവിസ്ഫോടനം ഉണ്ടായതാണ് ഇത്തരത്തിലൊരു ദുരന്തം അവിടെ ഉണ്ടാവാൻ കാരണം. അപ്പോൾ ഇനിയും ഇത്തരത്തിൽ മഴവെള്ളം കയറാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കേണ്ട ഒരു വലിയ അടിയന്തര ഒരു ഘട്ടമുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ നടക്കുകയാണ്. ഇതിപ്പോൾ ഉത്തരകാശിയിലെ ധരാളി എന്ന് പറയുന്ന ഒരു ഗ്രാമം തന്നെ ഒലിച്ചു പോകുന്ന തരത്തിലേക്കുള്ള വലിയ തരത്തിലുള്ളൊരു അപകടമാണ്, ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. നമ്മളെല്ലാവരെയും നമ്മൾ കാണുന്നത് പോലെ തന്നെ വളരെ ഭീതിപ്പെടുത്തുന്ന, നമ്മളെ സങ്കടപ്പെടുത്തുന്ന നിസ്സഹായമായിട്ടുള്ള ആളുകളുടെ കരച്ചിലും നിലവിളിയുമാണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് കേൾക്കാൻ കഴിയുന്നത്. എന്നാൽ രക്ഷപ്പെട്ടവരെ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ ത്വരിതപ്പെടുകയാണ്. ഇന്ത്യൻ ആർമി അടക്കമുള്ള റെസ്പോൺസ് ടീമുകൾ അവിടെ എത്തി രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. അശ്വതി, അതാണ് ഉത്തരാഖണ്ഡിലെ നിലവിലെ അവസ്ഥയാണ് അഭിലാഷ് രാധാകൃഷ്ണൻ വിവരിച്ചത്. വളരെയധികം നമ്മുടെ ചിന്തയ്ക്കും അപ്പുറമുള്ള വലിയ ഒരു മിന്നൽ പ്രളയമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. പ്രളയത്തിൽ ഒരു ഗ്രാമം തന്നെ ഒലിച്ചു പോകുന്ന കാഴ്ച. നിരവധി പേരെ അവിടെ കാണാതായിട്ടുണ്ട്. 300-ലധികം ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്, ആ ഭാഗത്തുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രാഥമിക വിവരങ്ങൾ മാത്രമേ ഇപ്പോൾ ലഭ്യമാകുന്നുള്ളൂ. ഇനിയും ആളുകളെ സംബന്ധിച്ച്, അവരുടെ അവസ്ഥ സംബന്ധിച്ചൊക്കെ നമുക്ക് അറിവാകേണ്ടതുണ്ട്. അഭിലാഷ്, ഈ പ്രളയം നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അത്രയും മുകളിൽ നിന്ന്, മലയുടെ മുകളിൽ നിന്ന് ഈ ചെളിയും മണ്ണും ഒക്കെ കൂടി വലിയ പാറകളടക്കമൊക്കെ ഒലിച്ചു വരുമ്പോഴുള്ള ആളപായം നമ്മൾ നേരിട്ട് അനുഭവിച്ചവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന്, ദൂരെ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വലിയ ഒരു ആപത്ത് അവിടെ ഉണ്ടായി എന്ന് തന്നെയാണ്. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ TM വിജയൻ ചേരുകയാണ്. ശ്രീ വിജയൻ, താങ്കൾ അവിടെയാണുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഇവിടെ കഴിഞ്ഞ ദിവസം ഒരാഴ്ച കംപ്ലീറ്റ് മഴയും ഇങ്ങനെ കൊടുങ്കാറ്റും ഒക്കെ ആയിരുന്നു. അതിനുശേഷം ഉത്തരാഖണ്ഡിൽ 2-3 ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി. അതോടുകൂടി ഗംഗാനദി എല്ലാം അങ്ങ് കരകവിഞ്ഞൊഴുകാൻ തുടങ്ങി. ഇപ്പം അതുപോലെ തന്നെ ആഗ്രയില് ചമ്പലിലെ വെള്ളം മുഴുവനും യമുന വഴി കിഴപ്പോട്ട് വന്നിട്ട് ഇപ്പം അതെല്ലാം അലഹബാദിൽ എത്തിക്കഴിഞ്ഞത് ആ വെള്ളം. ഇന്നലെ മുതല് അപകട രേഖയിൽ ഇച്ചിരി കൂടുതലായിരുന്നു. ഒരു ഫിറ്റ് മുകളില ഒരു പഴയ ഒരു യമുനയിൽ ഒരു പാലമുണ്ട്. അതിപ്പം ഒരു ഫിറ്റ് കൂടി മുകളിലോട്ടായിരുന്നെങ്കിൽ സഞ്ചാരം എല്ലാം നിർത്തി വെക്കുമായിരുന്നു. ഏതായാലും അത്രയായില്ല, അത്രയ്ക്ക് മുകളിലാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ഇന്ന് രാവിലെ പോലെ നല്ല വെയിലാ, കുഴപ്പമൊന്നുമില്ല, ഇന്ന് മഴയൊന്നുമില്ല. വെള്ളം കുറേശ്ശെ ഇറങ്ങാൻ തുടങ്ങി, വാട്ടർ ലെവൽ കുറഞ്ഞു തുടങ്ങി. ഈ ഗ്രാമത്തെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ ധരാലി ഗ്രാമം ഒന്നടങ്കം അങ്ങ് ഒലിച്ചു പോകുന്ന ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണല്ലോ പുറത്തു വന്നിരിക്കുന്നത്. അത് ഉത്തരാഖണ്ഡിൽ നിന്ന് എന്തിനാ, നമ്മുടെ വയനാട്ടിൽ കഴിഞ്ഞ വർഷം ഉണ്ടായില്ലേ, അതേ സ്ഥിതിയാ ഉത്തരാഖണ്ഡിലെ. അവിടുന്ന് ഓരോ ഗ്രാമം മൊത്തം ഇങ്ങനെ ഒഴുകിഞ്ഞ് പോരും. ഇതൊന്ന് ചെല്ലും മണ്ണും ഇതുമെല്ലാം കല്ലും എല്ലാം കൂടെ ഞാൻ ഉരുണ്ടിഞ്ഞ് പോരും. അതുപോലെ തന്നെ വൈഷ്ണവദേവി ആ പരിസരമെല്ലാം ഇത് അതേ സ്ഥിതിയായിരുന്നു. ആ പരിസരം എല്ലാം അതേ സ്ഥിതിയാ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗംഗയിലൊക്കെ വെള്ളം കൂടുമെന്നുള്ളത്. പിറ്റേ ദിവസം തന്നെ ഇവിടെ എല്ലാം വെള്ളം കൂടുമെന്ന്. ഇപ്പം 3ാമത്തെ വെള്ളപ്പൊക്ക അലഹബാദിൽ. ഇതിപ്പം 3ാമത്തെ വെള്ളപ്പൊക്ക. ഇവർക്ക് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ കിട്ടാറുണ്ട്, കാരണം ഇതിങ്ങനെയുള്ള ഒരു പ്രദേശം കൂടിയാണല്ലോ. മുന്നറിയിപ്പ് കിട്ടുന്നതുകൊണ്ടല്ലേ അവിടുന്ന് ആൾക്കാരെല്ലാം താമസം മാറ്റുന്നത്. ഇവിടെ അലഹബാദിൽ എന്ന് പറഞ്ഞാൽ സലോരി എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. സിറ്റി അത് മൊത്തം ഗംഗയുടെ തീരമാണ്. അതെല്ലാം ഫസ്റ്റ് ഫ്ലോർ മുങ്ങിയിട്ട് ഇപ്പൊ സെക്കൻഡ് ഫ്ലോറിൽ പകുതി വരെ വെള്ളമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 13 അടി 14 അടി വെള്ളം ഒരു പ്രദേശം മുഴുവനും സിറ്റിയില്. അതിനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബനാറസ് സിറ്റിയിലൊക്കെ വെള്ളം കയറിയായിരുന്നല്ലോ. അതിന് ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ബീഹാറൊക്കെ അങ്ങ് മുങ്ങുമെന്നുള്ളതാ മൊത്തം. അത്രയ്ക്കും 2013 ഇതുപോലെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഇതാദ്യ 2013 കഴിഞ്ഞിട്ട്. ശ്രീ വിജയൻ, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വലിയ ആളപായം ഉണ്ട് എന്നുള്ളതാണ്. തുടച്ചു നീക്കുന്നത് പോലെയാണ് കാണുന്നത്. ഉത്തരാഖണ്ഡിലും മുതൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് 2 സൈഡിലുള്ള ഗ്രാമപ്രദേശം മുഴുവൻ മുങ്ങുമല്ലോ. അപ്പം വീടുകളെല്ലാം ഒലിച്ചിഞ്ഞ് പോരും. അതോടുകൂടി മനുഷ്യരും ഒലിച്ചു പോരും. അങ്ങനെയാ സംഭവിച്ചിരിക്കുന്നത്. ഇതിപ്പോ ദൂരെ നിന്നുള്ള ദൃശ്യങ്ങളാണ്, ആരോ മൊബൈലിൽ പകർത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ അവർ വിളിച്ചു പറയുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ. ഇപ്പൊ അങ്ങനെയുള്ള അത്ര പെട്ടെന്നായി ഈ വെള്ളം 2 ദിവസം കൊണ്ട് മുകളിലോട്ട് കയറി വന്നത്. ആൾക്കാരെ അങ്ങോട്ടോ മാറ്റാനോ ഇങ്ങോട്ടോ മാറ്റാനോ ഒന്നും നടന്നില്ലെന്നുള്ളതാ.
ഇതുപോലെ തന്നെ 78 ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. രാത്രി കിടന്നുറങ്ങിയവർ രാവിലെ നോക്കുമ്പോഴത്തേക്ക് അവർ കട്ടിലും ഒക്കെ ആയിട്ട് ഒലിച്ചു പോവുകയായിരുന്നു വീടുകളിൽ നിന്ന്. അതുപോലത്തെ ഒരു വെള്ളപ്പൊക്കമായിരുന്നു അന്ന്. ഇപ്പം ഞാൻ വന്നിട്ട് ഇവിടെ മൂന്നാമത്തെ പ്രാവശ്യമായിട്ട് വെള്ളപ്പൊക്കം. ഈ പ്രദേശങ്ങളിലൊന്നും പിന്നീട് ആൾതാമസം പാടില്ല എന്നൊക്കെയുള്ള രീതികളൊക്കെ വരാറുണ്ടോ പിന്നീട്? ഇല്ല, ഇവിടെ അങ്ങനെയുള്ള പ്രശ്നമില്ല. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, കേരളത്തിലെ പോലെയല്ല. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇതിപ്പം വെള്ളം എല്ലാം പോയി കഴിഞ്ഞ് വെയിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ അവിടെ വന്നിട്ട് താമസം തുടങ്ങുന്നു. ഇതിപ്പോ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അടുക്കി വീടുകൾ കാണുന്നുണ്ട് നമ്മള് നഗരപ്രദേശങ്ങളിൽ കാണുന്നത് പോലെ. അത് നഗരമാണല്ലേ ഇത്. ആ സിറ്റിയുടെ അകത്തായി വീടല്ല, സിറ്റിയുടെ അകത്തോട്ട് വെള്ളം കയറിയിട്ടായിട്ട് ഉണ്ടായത്. അലഹാബാദ് സിറ്റി മുങ്ങത്തില്ല. അതിന്റെ സൈഡിൽ ഗംഗയുടെ തീരം മുഴുവൻ ഇങ്ങനെ സർക്കാർ പതിച്ചു കൊടുത്തതാ, സ്ഥലമേ വെച്ചതാ. ആ സ്ഥലം മുഴുവൻ നല്ല സുന്ദര സിറ്റി ആക്കി എന്നുള്ള അവിടെ എല്ലാം. അതെല്ലാം വെള്ളം കയറിയെന്ന്. അതാണ് ഈ രക്ഷാപ്രവർത്തനം അത്രത്തോളം ഈ മഴ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ മഴയില്ല എന്നാണ് പറഞ്ഞല്ലേ താങ്കൾ? ഇന്ന് രാവിലെ മുതൽ മഴയില്ല. ഇതുവരെ നല്ല വെയിലായിപ്പം. ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ചെളിയും മണ്ണും ഒക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് കാറ് വരെയും ചെളിയുടെ അടിയിലാണ്. കാറുകളെല്ലാം ചെളിയുടെ സ്കൂട്ടറായാലും മോട്ടോർ സൈക്കിൾ ആയാലും കാറായാലും എല്ലാം ചെളിയുടെ അടിയിലാണ്. അതിങ്ങനെ മണ്ണിഞ്ഞ് ഒലിച്ചിഞ്ഞ് പോരിയല്ലേ. ശരി, വളരെയധികം നന്ദി. അതിന്റെ രണ്ട് സൈഡിലുള്ളതെല്ലാം കൊണ്ടു പോരത്തുള്ളൂ. അതെ, വ്യക്തമാണ്. ആ ദൃശ്യങ്ങൾ അത്രത്തോളം ഭീതിപ്പെടുത്തുന്നതാണ്. വളരെയധികം നന്ദി. ശ്രീ ടി എം വിജയനാണ് നമ്മളോട് സംസാരിച്ചത്. ഉത്തരാഖണ്ഡിലെ ധരാലി ഗ്രാമത്തിൽ മേഘവിസ്ഫോടനമുണ്ടായി. പിന്നാലെ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ ആ ഗ്രാമം തന്നെ ഒലിച്ചു പോകുന്ന ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഒരുക്കി. अरे बह गया, ये मेरी माँ की लो, मेरी माँ की लो, छोटे बाबू, मामा चले गया सेफ जगह, मामा चले गया सेफ है मंदिर। मामा के लिए फोन करना। उत्तरकाशी जनपद के धराली क्षेत्र में बादल फटने की अभी सूचना आई है और बहुत तेज गति से मलबा आया है पानी के साथ। हमारा प्रयास है कि इस समय में सभी को जल्दी से जल्दी राहत के काम किए जाएं, बचाव के कार्य किए जाएं। जिला प्रशासन के लोग वहां पहुंच रहे हैं, साथ में हमारी सेना के लोग, एनडीआरएफ, एसडीआरएफ, आपदा प्रबंधन विभाग लगातार कोशिश कर रहा है कि हमारी सर्वोच्च प्राथमिकता है कि सभी को इस समय राहत की जाए, सभी को बचाया जाए और हर प्रकार से जान माल की सुरक्षा की जाए।